the world you see around are mostly fake. ഓക്കെ, നമ്മളെല്ലാവരും ഒരു മായാ ലോകത്ത് ജീവിക്കുന്ന പോലെ. ഞാനീ പറയുന്നത് നമ്മളുടെ കേരളവും ഇന്ത്യയൊക്കെ കേട്ടോ. ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ എങ്ങനെയാണ് എന്ന് നമുക്കുള്ള ചാൻസ് കിട്ടിയിട്ടില്ലല്ലോ. വളരെ ചുരുക്കം ഒരു കൺട്രിയിലൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. അപ്പം നമ്മളുടെ നാട്ടിൽ എല്ലാം ഒരു ഫേക്ക്നെസ് അല്ലെങ്കിൽ ഒരു മായയാണ്, എല്ലാം തമാശയാണ്, എല്ലാം ഇതാണ്. സോ റിയൽ ആയിട്ടുള്ള നല്ലതായിട്ടുള്ളത് എന്താണെന്ന് പലപ്പോഴും തിരിച്ചറിഞ്ഞ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന്. അതാണ് വാസ്തവം. എസ്പെഷ്യലി കണ്ടൻസ് ഫ്രം ഫിലിംസ് ഒക്കെ. ഫിലിംസിനെ പറ്റി പറയുവാണെങ്കിൽ അതൊരു ആർട്ടല്ലേ, നമ്മൾ അതങ്ങനെ എടുത്താൽ പോരെ. അങ്ങനെ ആർട്ട് ഏത് രീതിയിലും ഇത് ചെയ്യാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ആർട്ടിസ്റ്റിനുണ്ട്. ഓക്കെ, എല്ലാം ശരിയാണ്. ബട്ട് എല്ലാം കണ്ടൻസ് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും യങ്ങർ ജനറേഷനെയൊക്കെ. ഇപ്പോൾ മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർ ഒക്കെ അതൊക്കെ കാണുമ്പോൾ ഒരു ഇതാണ്. ഇപ്പോൾ ആവേശം എന്ന് പറഞ്ഞ ഫിലിം, ഓക്കെ, ഞാൻ ശരിക്കും കണ്ടു കേട്ടോ. നല്ല ഫിലിമാണ്. ഞാനൊരു ഫഹദ് ഫസൽ ആരാധകനാണ്. നല്ല അഭിനയം, അടിപൊളി. ബട്ട് ദ സെയിം ഒരു 10th 9th 11th ഉള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇറ്റ് ഗിവ്സ് റോങ് മോറൽസ്. അതൊക്കെ അങ്ങനെ കണ്ടാൽ പോരെന്ന് ഇപ്പോൾ സാക്കിനോട് ശരിയാണ്. എല്ലാം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഇത് വന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു അൺറിയലാണ്. ഓക്കെ, സോ യെസ്, എല്ലാവരും നല്ലത് മാത്രം എടുത്താൽ പോരെ അല്ലേ, ചീത്തയൊന്നും ആരും നോക്കണ്ട. സോ ദാറ്റ്സ് ഇറ്റ്. വൈസ്ലി ചൂസ് ബിറ്റ്വീൻ ദ ഗുഡ് ആൻഡ് ബാഡ്. ഓക്കെ, ഡോണ്ട് ടേക്ക് എനിത്തിങ് ബാഡ് ഫ്രം ദ ഫിലിംസ്. ഡോണ്ട് ഫോൾ ഫോർ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ഡോണ്ട് ഫോൾ ഫോർ ദ ഷോ ഓഫ് പാർട്ടിങ് ഡ്രഗ്സ് എക്സെട്ര. ഓക്കെ, ഇപ്പം നമ്മളൊരു ഗ്രൂപ്പിൽ സംസാരിക്കാൻ നേരത്ത് നമ്മൾ എങ്ങനത്തെ ആളാണ്? ആർ യു എ പേഴ്സൺ ഹു ട്രൈ ടു ക്രിയേറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ? ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊക്കെ കുറേ നാൾ മുമ്പൊക്കെ വരെ ഒരു ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കോളേജ് ടൈമിലൊക്കെ ആ ഒരു സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടുതൽ അടിച്ചത് ആരാണ്, തലേദിവസം രണ്ടെണ്ണം കൂടുതൽ അടിച്ചത് ആരാണ്, അവരൊക്കെയാണ് അവിടുത്തെ ഇത്. അങ്ങനെയുള്ള ഒരു ഇതാണ് ഫുള്ള് ഇംപ്രഷൻ. ഇന്നലെ അത് ചെയ്തു, ഇത് ചെയ്തു. ഒരു ഗ്രൂപ്പിൽ സംസാരിക്കാൻ നേരത്ത് നമ്മൾ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഫുൾ ഇതാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഇട്ട് സംസാരിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്ത്. അതാണ് വലിയ കാര്യം. ഇതൊക്കെ ഇപ്പോഴൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് റിയൽ ആവുന്നുണ്ട്. യങ്ങർ ജനറേഷനെ ഞാൻ വാച്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ സംസാരത്തിലൊക്കെ കുറേ ഇതുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, നമ്മളൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ റിയൽ തിങ്സും നല്ല കാര്യങ്ങൾ പറയാനും ചെയ്യാനൊക്കെ പഠിക്കണം കേട്ടോ. അതിനകത്ത് ഒരുപാട് ഇതുണ്ട്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫിലിംസിലും എല്ലാം പോർട്രേ ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇഷ്ടം പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം മോറൽസ് ആൻഡ് വാല്യൂസ് അത്രയ്ക്കും താഴോട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ സ്ട്രെസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഫിലിംസിലൊക്കെ ആണെങ്കിലും അല്ലേ, ബാക്ക് ബെഞ്ചേഴ്സ് അല്ലെങ്കിൽ കോളേജിലൊക്കെ ആയാലും എല്ലാം ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാം അവരൊക്കെയാണ് സെറ്റപ്പ്. അവരൊക്കെയാണ് അങ്ങനെ ജീവിച്ചാലാണ് അടിപൊളി. ഇതിലൊന്നും ഒരു വാസ്തവമില്ല എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാം. എന്നാലും അതാണ് ഫുൾ പോർട്രേ ചെയ്യുന്നത്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെയൊക്കെ സ്കൂളിൽ പഠിച്ച എല്ലാവരും ഇപ്പം ഓരോരുത്തരൊക്കെ അമേരിക്കയിലും യു കെയിലും ഓസ്ട്രേലിയ അങ്ങനെയുള്ള എല്ലാ കൺട്രീസിലും ഇത് ചെയ്തിട്ട് അവന്മാരെല്ലാം ഒരു വെക്കേഷനൊക്കെ പോകുന്ന ട്രിപ്സും ഇതൊക്കെ കണ്ട് ചുമ്മാ അസൂയപ്പെടാനല്ലാതെ ഒന്നും നടക്കില്ല കേട്ടോ. അവരൊക്കെ നന്നായി പഠിക്കുന്നവരും ഇതൊക്കെയാണ്. അപ്പോഴൊക്കെ ചുമ്മാ അമ്മരെയൊക്കെ കളിയാക്കി നടക്കുന്നത്. ഇറ്റ്സ് ഓൾ കഥ പറഞ്ഞത്. റിയൽ ലൈഫും നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. സോ നമ്മളും എല്ലാവരും നല്ല ലിസണേഴ്സ് ആവുക. എല്ലാവരും നമ്മൾ
സംസാരിക്കാൻ നേരത്ത് ഒരു ഗ്രൂപ്പിൽ സംസാരിക്കാൻ നേരത്താണെങ്കിലും എപ്പോഴായാലും give chance for others to speak, let them hear from them, take the good. നമ്മളെപ്പോഴും നല്ല ലിസണേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പല നല്ല കാര്യങ്ങളും ബാക്കിയുള്ളവരിന്ന് കേൾക്കാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ഗ്രൂപ്പിൽ പോയിട്ട് നമ്മൾ ചുമ്മാ നമ്മൾ മാത്രം വർത്തമാനം പറയാനായിട്ട് ശ്രമിക്കാതെ നമ്മൾ കുറച്ചും കൂടി നല്ല ലിസണേഴ്സായിട്ട് എല്ലാ കാര്യങ്ങളും കേൾക്കാനും ഒക്കെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ കിട്ടും. നമ്മൾ പറയാൻ നേരത്തും നമ്മൾ കുറച്ചും കൂടി വയസ്സായിട്ട് ഒരു ഗ്രൂപ്പിലൊക്കെ സംസാരിക്കാൻ നേരത്ത് നമ്മൾ കുറച്ചും കൂടി ഡോണ്ട് ട്രൈ ടു ക്രിയേറ്റ് എൻ ഇംപ്രഷൻ, അങ്ങനെയുള്ള സ്പീച്ച് പറയാതെ നമുക്ക് നമ്മളുടെ അനുഭവങ്ങളും കാര്യങ്ങളും കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഇത് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഓക്കെ ഗൈസ്, സോ അത്രയും ജസ്റ്റ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുക. താങ്ക് യു.